ഗായ്സ്, എല്ലാവർക്കും ഓ മൈ ലൈഫിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് തൊട്ടാണ് നമ്മുടെ ശരിക്കത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടത് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഞാൻ അതിനെപ്പറ്റി പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കുറച്ചൊരു സജഷൻസ് പറഞ്ഞായിരുന്നു. എൻ്റെ വോയിസ് ശരിക്ക് കേൾക്കുന്നില്ല, പിന്നെ ഓഡിയോ നേരത്തെ ഇതാവുക, അതിൻ്റെ പുറകിലാണ് അതിൻ്റെ ആക്ഷൻസൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. അത് ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ ഞാൻ ശ്രദ്ധിച്ചൊരു മിസ്റ്റേക്കായിരുന്നു. അത് ആദ്യം അമ്മയാണ് പറഞ്ഞത്. ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ അമ്മയെ കാണിച്ചായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞായിരുന്നു ഇതുപോലെ വോയിസിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് ഓൾറെഡി കുറേ ദിവസമായി ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചിട്ട്. അത് കഴിഞ്ഞ് 2 ആഴ്ച എങ്ങാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അത്രയും ലാഗ് അടിച്ചിട്ടാണ് ഞാൻ ഇട്ടത് തന്നെ. അപ്പോൾ ഞാൻ ഈ വോയിസിൻ്റെ പ്രശ്നം നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇടത്തില്ലെന്ന് എനിക്കറിയാം. പിന്നെ നാളെ നീളായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ടും കൽപ്പിച്ച് ഫസ്റ്റ് വീഡിയോ അല്ലേ, മിസ്റ്റേക്സ് ഒക്കെ കാണും എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ എനിക്കെന്നെ ധൈര്യം കൊടുത്ത് ഞാൻ ഇട്ടത്. പക്ഷെ എന്നാലും സജഷൻസ് പറഞ്ഞത് ഇറ്റ്സ് ഗുഡ്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ സൗണ്ടൊക്കെ ഓക്കെ ആക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ എൻ്റെ പേര് വർഷ. എൻ്റെ വീട്ടിൽ അമ്മ, അപ്പ, ചേട്ടൻ, ഞാൻ ആണുള്ളത്. ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല, അവൻ കേരളത്തിൻ്റെ പുറത്ത് പഠിക്കാൻ പോയിരിക്കുകയാണ്. M.Tech ഫസ്റ്റ് ഇയർ ആണ്. ഞാൻ സെക്കൻഡ് ഇയർ, ഡിഗ്രി സെക്കൻഡ് ഇയർ സൈക്കോളജി, BSc സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇനി ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല, ഉറപ്പായിട്ടും ലാഗ് അടിക്കുന്നില്ല. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞൊരു അൺബോക്സിങ് ആണ്. ഫുള്ള് അൺബോക്സിങ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് ഇത് എക്സൈറ്റ്മെൻറ്റ് കയറി ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു. അപ്പം ഓഗസ്റ്റ് 9th ആയിരുന്നു തോന്നുന്നു, രക്ഷാബന്ധനായിരുന്നു. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവന് രാഖി കെട്ടാൻ പറ്റത്തില്ല. പിന്നെ മെയിനായിട്ട് അവന് ഇങ്ങോട്ട് ഗിഫ്റ്റ് തരാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ AI കാലം ആണല്ലോ. അപ്പോൾ ഞാൻ ഞാൻ ഒരു ChatGPT ആളാണ്. അപ്പം ChatGPTക്ക് ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഉള്ളൊരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ചേട്ടനെ രാഖി കെട്ടി കൊടുക്കുന്നൊരു ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അവൻ അടിപൊളി ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് തന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ ഇടാം. അപ്പം AI വഴിയാണെങ്കിൽ രാഖി ഞാൻ കെട്ടിയല്ലോ, പക്ഷെ ഗിഫ്റ്റ് AI വഴി തന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഗിഫ്റ്റ് അവൻ അയക്കുന്ന കാര്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ എനിക്ക് അവനൊരു ഗിഫ്റ്റ് അയച്ചു തന്നു. അപ്പോൾ ആ ഗിഫ്റ്റാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഒരു ദിവസം കോളേജ് കഴിഞ്ഞിട്ട് വൈകിട്ട് വരാൻ നേരത്ത് ഇവിടെ വന്നപ്പോൾ ഡൈനിങ് ടേബിളിൽ ഒരു ബോക്സ് ഇരിക്കുന്നു, നൈക്കയുടെ. അപ്പം ഞാനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ. പിന്നെ അമ്മ എന്തെങ്കിലും ഇതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുവാണെങ്കിൽ എന്നോട് സജഷൻ ചോദിച്ചിട്ടാണ് അമ്മ മേടിക്കാറ്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേറെ ആരുടെയും അമ്മ ഓർഡർ ചെയ്ത് കൊടുത്തത് വല്ലതും ആണോ എന്ന് ഞാൻ വിചാരിച്ചു. അമ്മയോട് ഞാൻ 100 പ്രാവശ്യം ചോദിച്ചു, അമ്മ ഇതാരുടെയാ, ഇതെന്തുവാ, അമ്മ എന്തോ ഓർഡർ ചെയ്തെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞിടി അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം. വീഡിയോ എടുക്കണമെന്നോ? കാരണം സാധാരണ നമ്മൾ വേറെ വെബ്സൈറ്റിൽ കൂടെയൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കിനും അവരിങ്ങനെ പറയാറുണ്ട് ഈ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്ന്. അത് എന്തോ എനിക്കൊന്ന് റിട്ടേൺ ചെയ്യണമെങ്കിൽ നമ്മളെന്തോ ഇത് പൊട്ടിക്കുന്ന വീഡിയോ വേണം, കാരണം പ്രൂഫായിട്ട്. അത് ഓൾറെഡി അത് വന്നപ്പോഴേ ഡാമേജ്ഡ് ആയിട്ടാണ് വന്നതെന്നോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്താ പറയുക, എന്തോ സംഭവം എനിക്കറിയത്തില്ല, വീഡിയോ എടുക്കുന്നു പറയാറുണ്ട്. പക്ഷെ നൈക്കിക്കകത്ത് അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ അതെന്താ? അപ്പോഴെനിക്ക് എവിടേക്കൊക്കെ ഡൗട്ട് അടിച്ചോ, ഇനി ഇതാണോ രക്ഷാബന്ധന ഗിഫ്റ്റാണോ? കാരണം ഞാൻ ഒരു ദിവസം ചേട്ടനെ വീഡിയോ കോൾ ചെയ്തപ്പോൾ അവനിങ്ങനെ സ്പ്രേയുടെ കാര്യത്തിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചു. ആണോ പിന്നെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പൊന്നേ എനിക്ക് മനസ്സിലായത് അത് തന്നെയാണ് എനിക്കുള്ള ഗിഫ്റ്റാണെന്നും. അത് കണ്ടപ്പോഴുണ്ടല്ലോ ഞാൻ കിടന്ന് തുള്ളുമായിരുന്നു. എൻ്റെ ഫേവറിറ്റ് പ്രൊഡക്റ്റാണ് അവൻ എനിക്ക് ചേട്ടൻ എനിക്ക് അയച്ചു തന്നെ. അപ്പം അതിൻ്റെ അൺബോക്സിങ് അത് എന്താണെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാം എന്താണെന്ന് സാധനം അവൻ അയച്ചു തന്നെ. ഞാൻ നോക്കാം. അതിന് മുന്നേ കണ്ടോ, നല്ലൊരു ബോക്സിലാണ് വന്നിങ്ങനെ ഗോൾഡൻ ലൈൻസ് ഒക്കെ ഉള്ള, ഇങ്ങനെ ഇവിടെ Nykaa.com എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് തുറക്കുമ്പോൾ ഒരു
കാർഡാണ് വന്നേ. ഹാപ്പി രക്ഷാബന്ധൻ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാർഡൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഈ ആദ്യമേ തുറന്നപ്പോൾ ഇതുപോലൊരു കാർഡ് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചേട്ടനാണ് അയച്ചതെന്നും. അതിലും ഇങ്ങനെ ഇതുപോലെ തന്നെ ഇങ്ങനെ ഗോൾഡൻ ലൈൻസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ nykaa.com എന്ന്. അപ്പം നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെ ഉണ്ടെന്നേ. ഇതാണ് ബോക്സ്. ഇതുപോലെ തന്നെ ഒരു ബ്രൗൺ പാക്കിംഗ് ഉണ്ടായിരുന്നു. പുറത്ത് ഇങ്ങനെ ലൈൻസ് ഒന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ nykaa.com, യുവർ ബ്യൂട്ടി അവർ പാഷൻ എന്നൊക്കെ പറഞ്ഞ നല്ലൊരു എസ്തെറ്റിക് കവറായിരുന്നു. ഇത് തുറക്കുമ്പോൾ കണ്ടു ഗൈസ്, പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റാണ് അയച്ചു തന്നത്. ഒരു ബോഡി മിസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു പ്ലമ്മിൻ്റെ ഷവർ ജെല്ല്, പിന്നെ ഒരു കുട്ടി സാധനം, അയ്യോ തുറന്നുപോയി, ഒരു കുട്ടി പെർഫ്യൂം ഉണ്ടായിരുന്നു. വാനില കാരമല്ലോ എന്നും പറഞ്ഞിട്ടൊരു ചെറിയൊരു പോക്കറ്റ് പെർഫ്യൂം ഉണ്ടായിരുന്നു. ഈ 3 സാധനം കണ്ടപ്പോഴല്ല ഗൈസ് ഞാൻ എക്സൈറ്റഡ് ആയ. ഇത് കണ്ടു, ഡ്രിപ്പിൻ്റെ ലിപ് മിസ്റ്റ്. എൻ്റെ വാങ്ങിക്കണം എന്നെനിക്ക് തോന്നിയ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ കിടന്നൊരു ലിപ് മിസ്റ്റ് ആയിരുന്നു. ഇത് മാത്രം മാഴ്സിൻ്റെ ആണ്, കോക്കോവ ഡ്രിപ്പ് എന്നും പറഞ്ഞാൽ. ഇത് 3 ഈ ഷവർ ജെല്ല്, ബോഡി മിസ്റ്റ്, പിന്നെ ഈ പോക്കറ്റ് പെർഫ്യൂം, ഇത് 3 പ്ലമ്മിൻ്റെ ആണ്. ഇത് മാത്രം മാഴ്സിൻ്റെ ആണ്. സോ ഇതാണ് ഗൈസ് ആ സാധനം ചേട്ടൻ അയച്ചു തന്നെ. സോ നിങ്ങൾക്ക് ഇത് മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നോക്കട്ടെ ലിങ്ക് ഉണ്ടോ എന്ന്. കാരണം ചേട്ടനാണിത് മേടിച്ചത് കൊണ്ട് ചേട്ടൻ്റെ ചോദിക്കാം ലിങ്ക് ഉണ്ടോ എന്ന്. പിന്നെ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. അതേപോലെ അടച്ച് സൂക്ഷിച്ച് വെക്കാനാണ് തോന്നുന്നത്. അപ്പം ഞാൻ വേണേൽ ഇത് യൂസ് ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഏതായാലും ഇത് രണ്ടും സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഇതങ്ങനെ സ്പ്രേ അടിച്ച് നോക്കിയിട്ടില്ല, വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും നൈസായിരുന്നു. അത്ര സ്ട്രോങ് സ്മെല്ലാണോ എന്ന് ചോദിച്ചാൽ സ്ട്രോങ് അല്ല, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് രണ്ടും നല്ല ആയിരുന്നു. പിന്നെ ഇത് രണ്ടും ഞാൻ ട്രൈ ചെയ്തിട്ട് പിന്നീട് ഞാൻ റിവ്യൂ പറയാം. പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ ഉപയോഗിച്ചേക്കുന്ന ഒരു ഇതെന്ന് വെച്ച് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഫേസ് വാഷാണ്, സാഫ്രോൺ ആൻഡ് പപ്പായയുടെ. ഇത് നൈസാണ്. ഇതിന് എത്ര 249 റുപ്പീസാണ്. പിന്നെ പ്ലമ്മിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു ഗ്രീൻ ലീഫിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, ഗ്രീൻ ലീഫ് അല്ല, ഗ്രീൻ ടീയുടെ ഒരു ഫേസ് വാഷാണ്. അതും നല്ലതായിരുന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പ്ലമ്മിൻ്റെ തന്നെ സെറമായിരുന്നു. സെറം പക്ഷേ എനിക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേട്ടന് കൊടുത്തു. അതേതാ ഞാൻ സെറം എന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത്രയാണ് ഞാൻ പ്ലമ്മിൻ്റെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ റിവ്യൂ പറയുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ പ്ലമ്മിൻ്റെ ഫേസ് വാഷ് ഞാൻ നേരിട്ടൊരു ഷോപ്പിംഗ്, ജിയോ മാർട്ട്, റിലയൻസ് സ്മാർട്ട് ബസാർ, ഞങ്ങൾ മിക്ക സാധനവും അവിടെ നിന്നാണ് മേടിക്കുന്നത്. സോ അവിടെ നിന്ന് ചിലപ്പോഴൊന്നും കാണാറില്ല. നമ്മൾ പെട്ടെന്ന് അവിടെ സ്റ്റോക്ക് വരുമ്പോൾ തന്നെ പോയി മേടിച്ചില്ലെങ്കിൽ അവിടെ പെട്ടെന്ന് തീരും. അപ്പം അങ്ങനെങ്ങാണ്ട് പോയപ്പോൾ 1 or 2 ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് കിട്ടിയതാണ് ഈ ഫേസ് വാഷ്. ഞാനങ്ങനെ ഒരു പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്ന ആളില്ല. ഞാൻ ഇങ്ങനെ ഫേസ് വാഷ് ആണെങ്കിലും ഇങ്ങനെ തിരുമ്പ് വേറെ കമ്പനിയുടെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്കും പിന്നെ ഗ്രീൻ ടീയുടെ ഫേസ് വാഷും പിന്നെ ഇതിൻ്റെ ലിങ്കും ഈ ഗിഫ്റ്റിൻ്റെ ഈ കോംബോ ലിങ്കും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.